എലത്തൂർ ഉൾപ്പെടെ ജില്ലാ നേതൃത്വം വലിയ എലത്തൂരിൽ എനിക്കല്ല LDF നല്ല വിജയപ്രതീക്ഷയുണ്ട്. LDF സ്ഥാനാർത്ഥി അവിടെ കഴിഞ്ഞ തവണ ജയിച്ചതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതേസമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാർ മത്സരിക്കുന്ന നിയോജകമണ്ഡലങ്ങളിൽ പലതിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ താഴോട്ട് പോയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നിലവിലുള്ള MLA-മാർക്കും മന്ത്രിമാർക്കും ഉണ്ട് എന്ന് അദ്ദേഹവും ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അതാത് പാർട്ടികൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ കടമ. സ്ഥാനാർത്ഥിത്വവും സീറ്റും ഒക്കെ മുന്നണിയാണ് പ്രഖ്യാപിക്കുന്നത്. ഇതിൽ എലത്തൂരിലൊക്കെ പുതിയ സ്ഥാനാർത്ഥി വേണം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ NCP ജില്ലാ നേതൃത്വമൊക്കെ. അപ്പോൾ അവരൊക്കെ അവഗണിച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? അല്ല, ആരെയും അവഗണിക്കില്ല. എല്ലാവരെയും അവഗണന നിർദ്ദേശങ്ങൾ പരിഗണിച്ചല്ലേ തീരുമാനമെടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇപ്പോഴും ഇവിടെ നിങ്ങൾ ഇത്രയും പേരുണ്ട്. നിങ്ങളുടെ ഒരാളെ അഭിപ്രായമല്ലല്ലോ സ്വീകരിക്കുക, നിങ്ങളുടെ പൊതു അഭിപ്രായമല്ലേ സ്വീകരിക്കുക. പാർട്ടിയായാലും ഇത് സംവിധാനമായാലും ചർച്ച നടത്തി പൊതുവായി എത്തുന്ന നിഗമനവും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമമായ തീരുമാനമെടുക്കുക. കുട്ടനാട് സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനും ഒരാൾ തന്നെയാവണമെന്ന് താങ്കൾ കേട്ടില്ലേ? ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു മെമ്പർ ഒഴിച്ച് വേറെ ആരും ഒരു സംശയവും ഉന്നയിച്ചില്ല. സംശയമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്നാൽ നേതൃത്വമാറ്റവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ ഒരു ചർച്ച നടന്നപ്പോൾ 1-2 പേരുടെ പെരുമാറ്റം, സംഭാഷണമല്ല, അഭിപ്രായമല്ല, പെരുമാറ്റം മോശപ്പെട്ട രീതിയിലായിരുന്നു. തുടർന്നുണ്ടായ ഒരു സംഘർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നേരിയ തോതിൽ. അത് പെട്ടെന്ന് നേതാക്കന്മാരെ കടപെട്ട് പറയുകയും യോഗം പതിവ് പോലെ തുടരുകയും ആ പ്രശ്നം അവസാനിപ്പിച്ച് 2 മണിക്കൂർ നേരം യോഗം സമാധാനമായി നടത്തിയതിന് ശേഷമാണ് 5:30 മണിക്കാണ് യോഗം പിരിഞ്ഞത്. കഴിഞ്ഞ തവണ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരത്തിൽ വിമർശനങ്ങൾ വന്നപ്പോഴേക്കും 5 വർഷം പൂർത്തിയാകും, അതിനുശേഷം മാറി നിൽക്കാമെന്നൊരു താങ്കളുടെ ഭാഗത്ത് വന്നിരുന്നു. ഇത്തവണയും എലത്തൂരിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് മാറി നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ നിൽക്കുമെന്ന് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു. ഞാൻ എലത്തൂരിൽ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഞാൻ പറയും. എൻ്റെ നിലപാടെന്താണ്? ഏത് കാര്യത്തിൽ വന്നപ്പോൾ നേരത്തെ നോക്കണം, പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം അനുസരിക്കുന്ന അച്ചടക്കമുള്ളൊരു പ്രവർത്തകനായാണ് ഞാൻ ഈ സമയം വരെ തുടർന്നിട്ടുള്ളത്. നാളെയും അത് തന്നെയായിരിക്കും. അല്ല, അത് വരട്ടെ. അവർ ഈ പറഞ്ഞതിനെ നിങ്ങൾ പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കാന്നില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, LDF-ലെ MLA-മാരോട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതാത് മണ്ഡലത്തിൽ ജയിക്കാനാവശ്യമായ തീവ്ര പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നതിനൊക്കെ നല്ല ശ്രദ്ധ വേണം തന്നെയാണ്. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ്. ആ നിർദ്ദേശത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതായിട്ട് കണക്കാക്കുന്നത് നിങ്ങളുടെ ഭാവനയാണ്. ആ ഭാവനയ്ക്ക് ഞങ്ങളാരും ഉത്തരവാദിയല്ല. 1-2 പേര് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യപ്പെട്ടപ്പോൾ ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ അത് ഒരു യോഗത്തിൻ്റെ മര്യാദക്ക് നിരക്കുന്നതായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമുണ്ടായ ഒരു താക്കീതും തിരുത്തലുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷനും MLA-യും ഒരാളാവുന്നത് ശരിയാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആയ സംഭവമുണ്ട്. അങ്ങനെ ഒരു സംഭവം NCP-യുടെ മുമ്പിലില്ല. സംസ്ഥാന പ്രസിഡന്റും MLA-യും ഒരാളാകുന്നത് മുമ്പും ഒരുപാട് സമയത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല. ഇപ്പോൾ കേരള കോൺഗ്രസിലെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? കേരള കോൺഗ്രസ് ജനതാദൾ എസ്സിലെ പ്രസിഡന്റ് ആരാ? MLA ആരാ? പ്രസിഡന്റും MLA-യും പാർലമെൻ്ററി പാർട്ടി ലീഡറും മാത്യു T. തോമസാണ്. അപ്പോൾ ഇപ്പോൾ മാത്രം അവർ ചോദ്യം വരുന്നില്ല എന്നർത്ഥം. ഇതൊക്കെ ചെറിയ പാർട്ടികൾക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരും. വലിയൊരു 10ഉം 50ഉം MLA-മാരും മന്ത്രിമാരുമുള്ളൊരു പാർട്ടി ആലോചിക്കുന്ന പോലെ 4ഉം 5ഉം സീറ്റും MLA-മാരുമുള്ള പാർട്ടികൾക്ക് ആലോചിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ കമ്പാരിസൺ തന്നെ യുക്തിക്ക് നിരക്കുന്ന കമ്പാരിസണല്ല.